നമസ്കാരം. എന്തുകൊണ്ടാണ് ASV എന്നത് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിയേറ്റാൽ കൊടുക്കേണ്ട അത്യന്താപേക്ഷിതമായ മരുന്നായിട്ടും ചില പാമ്പ് കടികളിൽ ചില ഡോക്ടർമാർ ASV കൊടുക്കാത്തത്? ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, എന്തുകൊണ്ടാണ് ചില കേസുകളിൽ ASV കൊടുത്തിട്ടും ആളുകൾ മരണപ്പെടുന്നത്? ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പാമ്പ് കടി സീസൺ എന്ന് തന്നെ പറയേണ്ട ഈ ചൂടുകാലത്തിൽ പല ആളുകൾക്കും ഉള്ള സംശയമാണിത്. അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പല സംഭവങ്ങളുമാണ്. അപ്പോൾ പല വിവാദങ്ങളും ASV ചുറ്റിപ്പറ്റി ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ 2 പോയിന്റുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സംശയം, എന്തുകൊണ്ടാണ് പാമ്പ് കടിയാണ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇവൻ പാമ്പ് കടിയുടെ ആ ബൈറ്റ് മാർക്ക് കണ്ടിട്ടും ചില കേസുകളിൽ ASV കൊടുക്കാത്തത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഒരു നായ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് റാബീസ് വാക്സിൻ എടുക്കുന്ന പോലെ പാമ്പ് കടിച്ചു അല്ലെങ്കിൽ കടിച്ച സംശയം, പാമ്പാണെന്ന് സംശയം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മരുന്നല്ല ASV, ആൻറ്റി സ്നേക്ക് വെനം എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഓക്കെ, വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ് ആൻറ്റി സ്നേക്ക് വെനം. ആൻറ്റി സ്നേക്ക് വെനം ഉപയോഗിക്കാൻ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇൻഡിക്കേഷൻസ് എന്ന് പറയും. ആ പറയുന്ന പോയിന്റുകളിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റി സ്നേക്ക് വെനം ഒരു കാരണവശാലും ആ രോഗിക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ആൻറ്റി സ്നേക്ക് വെനം വളരെയധികം അനഫിലാക്സിസ് അഥവാ അലർജിക്ക് സാധ്യതയുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അനാവശ്യമായ ഒരു രോഗിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി ഉണ്ടാവാനും അതുമൂലം തന്നെ ആ രോഗിയുടെ ജീവന് ആപത്തുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ നായ കടിച്ചു കഴിഞ്ഞാൽ പോയിട്ട് റാബീസ് വാക്സിൻ എടുക്കുന്ന പോലെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല ASV എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ കേസുകളിലാണ് നമ്മൾ ASV കൊടുക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ സംശയം, ഒരു കുട്ടിയെ അല്ലെങ്കിൽ വലിയ ആളെ പാമ്പ് കടിച്ചു, പാമ്പ് കടിയുടെ മാർക്കും ഉണ്ട്, പക്ഷെ ഡോക്ടർ ASV കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു പ്രൊഫൈലാക്സിസ് അഥവാ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ, ഒരു മുഴം മുന്നേറിയ എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രിവെൻഷനായിട്ട് നമുക്ക് ASV കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇത് തന്നെയാണ്, ASV എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി കൊടുക്കേണ്ട ഒരു മരുന്നാണ്. വളരെ നല്ലൊരു ശതമാനം ആളുകൾക്ക് അനാഫിലാക്സിസ്, അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മരുന്നാണ്. അപ്പം അത് മാത്രം മതി ഈ അപകടം ഉണ്ടാവാൻ. അപ്പം അതുകൊണ്ട് അങ്ങ് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും നമുക്കൊരു സംശയം വെച്ചിട്ട് ASV കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ കേസുകളിലാണ് ASV കൊടുക്കേണ്ടത്? സിസ്റ്റമിക് എൻവനമേഷൻ, അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ക്ലിയർ ആയി പറഞ്ഞു തന്നു. നമുക്ക് 2 തരത്തില് ഹീമോടോക്സിക് ആയിട്ടുള്ള അണലിയും അതുപോലെ തന്നെ ന്യൂറോടോക്സിക് ആയിട്ടുള്ള മൂർഖനും കൂടെ തന്നെ വെള്ളിക്കെട്ടനും, ഈ പറയുന്ന 3 ടൈപ്പ് പാമ്പുകളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ആ രോഗിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെയാണ് സിസ്റ്റമിക് എൻവനമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീമോടോക്സിക് ആണെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് നശിക്കും, അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ വരും. ന്യൂറോടോക്സിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരോ മസിലുകൾ വീക്കാവുന്നതിനനുസരിച്ചിട്ട് ഓരോരോ ലക്ഷണങ്ങൾ വരും. അപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങളെയാണ് സിസ്റ്റമിക് എൻവനമേഷൻ സൈൻസ് എന്ന് പറയുന്നത്. ഈ സിംറ്റംസും സൈൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ASV കൊടുക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ പാമ്പ് കടിയുടെ മാർക്കുള്ള ആളുകളിൽ ഈ സിസ്റ്റമിക് എൻവനമേഷൻ എപ്പോഴും ഉണ്ടാകുമോ? ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. ഡ്രൈ ബൈറ്റ്, എല്ലാ പാമ്പുകളും എല്ലായ്പ്പോഴും കടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വെനം അഥവാ അവരുടെ പോയ്സൺ ഇഞ്ചക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില പാമ്പുകൾ പേടി കൊണ്ട് ഡിഫെൻസീവായിട്ടാണ് കടിക്കുന്നത്. ചില പാമ്പുകൾ, വിഷമുള്ള പാമ്പുകൾ തന്നെ, കടിക്കുന്ന സമയത്ത് വിഷം ചീറ്റാനുള്ള സാധ്യത ചില കടികളിൽ ഇല്ല. അപ്പോൾ അതിനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കടിയുടെ മാർക്ക്, ബൈറ്റ് മാർക്ക് കാണും, നിങ്ങൾ പാമ്പിനെ കാണും, പാമ്പ് വിഷമുള്ള പാമ്പ് തന്നെ ആവും ചിലപ്പോൾ. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആശുപത്രിയിൽ എത്തുമ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യും. അതിൽ നിങ്ങൾക്ക് വിഷം കയറിയിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ ASV കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേടിച്ചിട്ട് നിങ്ങളുടെ പേടി, അതായത് ഇപ്പോൾ കൊണ്ടുവന്ന ആളുകളുടെ പേടിയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ ഈ പിന്നെയും പറയുന്നത്, ആളുകൾ ASVയുടെ ആ ഒരു അപകടത്തെ പറ്റി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ സിസ്റ്റമിക് എൻവനമേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എന്താണ് ഈ സിസ്റ്റമിക് എൻവനമേഷൻ, എപ്പോഴാണ് നമ്മൾ ASV കൊടുക്കേണ്ടത്? ഒന്നാമത്തേത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോക്കൽ റിയാക്ഷൻ. കടിച്ച ഭാഗത്ത് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യും. അവിടെ വേദന, നീർവീക്കം, അതായത് വീക്കം, അതുപോലെ തന്നെ അവിടെ നിന്ന് രക്തസ്രാവം, രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, ആ ഭാഗത്ത് സ്കിന്നിന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു, നീര് വെക്കുന്നു, നല്ല വേദന, ഇതൊക്കെയാണ് ലോക്കൽ റിയാക്ഷൻ. ഒന്നുകിൽ അത് വേണം. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഹീമോടോക്സിക് ആണെങ്കിൽ ക്ലോട്ടിങ്, നമ്മൾ 20 മിനിറ്റ് ഹോൾ ബ്ലഡ് എടുത്തിട്ട് 20 മിനിറ്റ് നമ്മൾ വെച്ച് നോക്കും, ഡോക്ടർമാർ നോക്കും അത് കട്ട പിടിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് എന്തെങ്കിലും ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടോ, മൂക്കുന്നോ വായെന്നോ ഒക്കെ ബ്ലഡ് വരുന്നുണ്ടോ,
സ്കിന്നിൽ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ക്ലിനിക്കലി നോക്കും, പല ടെസ്റ്റുകൾ ലാബിലെ ടെസ്റ്റുകളും നോക്കും. ഇതെല്ലാം ഒത്തു നോക്കിയിട്ടാണ് നമുക്ക് രക്തം കട്ട പിടിക്കുന്ന ആ ഒരു കഴിവ് രോഗിക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീമോടോക്സിക് ആയിട്ടുള്ള പാമ്പിന്റെ വിഷമാണെന്നുള്ളത് മാറ്റി നിർത്താം. അടുത്തത് ന്യൂറോടോക്സിക്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ടോക്ക് കേട്ടവർക്ക് അറിയാം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ. ടോസിസ്, അതായത് നമ്മുടെ കണ്ണിന്റെ പോള ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കണ്ണടഞ്ഞു പോകുന്ന പോലെയുള്ള ബുദ്ധിമുട്ട് വരും. കാഴ്ചശക്തിയിൽ ബ്ലറിങ് വരും. അതുപോലെ തന്നെ മങ്ങിയ കാഴ്ച, ഒന്നിനെ രണ്ടായി കാണാം. അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ വരും. കുറച്ചുകൂടി കഴിയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. ആകെ മൊത്തം കുഴഞ്ഞു പോവും, ക്ഷീണം വരും, ആകെ മൊത്തം മസിലുകൾ തളർന്നു പോകുന്ന അവസ്ഥ വരും. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ന്യൂറോടോക്സിക് പാമ്പായിരിക്കാം കടിച്ചത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ബ്ലഡ് കട്ടയാവുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും ശ്വസന സംബന്ധമായിട്ടുള്ള ന്യൂറോ മസ്കുലർ പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ബോത്ത് ക്ലിനിക്കലി, നമ്മൾ ക്ലിനിക്കലി പേഷ്യൻറ്റിനെ പരിശോധിച്ചുകൊണ്ടും ഡോക്ടർ നോക്കും. അതിൻ്റെ അതേ സമയം തന്നെ പല ബ്ലഡ് ടെസ്റ്റുകൾ, അതായത് 20 മിനിറ്റ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റ്, അതുപോലെ തന്നെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, ഇങ്ങനെയുള്ള ക്ലോട്ടിംഗ് പ്രൊഫൈല്, കിഡ്നി ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അതായത് കിഡ്നി ഫെയിലിയറിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചില പാമ്പുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അങ്ങനെ പല 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 ബ്ലഡ് ടെസ്റ്റുകളും കൂടെ തന്നെ രോഗിയെ കൂടി പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് ഇതിന് ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾ പാമ്പിനെ കണ്ടു, പാമ്പ് കടിച്ചു, കടിയുടെ മാർക്കുണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അത് ഒരു തവണയല്ല നോക്കുക കേട്ടോ. ഒരു 4 to 6 hours നമ്മൾ രോഗിയെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ടെസ്റ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 12 മണിക്കൂർ വരെ ഒന്നും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. മാക്സിമം ഒരു വൺ ഡേ 24 മണിക്കൂർ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യാം. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കുന്നു. എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, രോഗിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സിസ്റ്റമിക് ഇൻഫ്ലമേഷന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ASV കൊടുക്കാൻ പാടില്ല. കൊടുക്കണ്ടെന്നല്ല, കൊടുക്കാൻ പാടില്ല. കാരണം ലോകത്ത് എല്ലായിടത്തും ASV കൊടുക്കാനുള്ള ഇൻഡിക്കേഷൻസ് ഇതാണ് എല്ലായിടത്തും നമ്മൾ പാലിക്കേണ്ടത്. കാരണം ASV ഒരു സിമ്പിൾ മരുന്നല്ല, കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ രോഗിക്ക് അപകടം ഉണ്ടായേക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ കോസ്റ്റ് ബെനിഫിറ്റ് നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ASV കൊടുത്തിട്ടും ചില രോഗികൾ മരിക്കുന്നുണ്ടല്ലോ. മരിക്കാം. കാരണം നമ്മുടെ കേരളത്തിൽ കാണുന്ന എല്ലാ പാമ്പുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന എല്ലാ പാമ്പുകളുടെയും മറുമരുന്നല്ല ASV. 4 പ്രധാനപ്പെട്ട പാമ്പുകൾക്കെതിരെയുള്ള മറുമരുന്നാണ് ASV. ആ പാമ്പുകൾ ഏതൊക്കെയാണ്? കോബ്ര, നോർമൽ കോബ്ര കേട്ടോ, കിങ് കോബ്രയല്ല. നിങ്ങൾ മനസ്സിലാക്കുക, രാജവെമ്പാല അഥവാ കിങ് കോബ്രയ്ക്ക് എതിരെയുള്ള ആന്റിവെനം നമ്മുടെ ASV തരുന്നില്ല. കിങ് കോബ്രയാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രൊട്ടക്ഷനും ASV തരുന്നില്ല. നമ്മുടെ സാധാരണത്തെ കോബ്ര, നമ്മുടെ മൂർഖൻ. അടുത്തത് വെള്ളിക്കെട്ടൻ അഥവാ മോതിരവളയൻ, ചങ്കുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന ക്രേറ്റ്. അടുത്തത് അണലി. ഇതിൽ തന്നെ 2 തരം അണലികളുണ്ട്. വൈപ്പർ എന്നാണ് അണലിയുടെ പേര്. അതിൽ തന്നെ റസൽസ് വൈപ്പർ, അതിനെ ചേനത്തണ്ടൻ എന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ സോ സ്കെയിൽഡ് വൈപ്പർ, അതിനെ ചുരുട്ടുമണ്ഡലി എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ സാധാരണ പേരാണ്. ചേനത്തണ്ടൻ അഥവാ സാധാരണ അണലി റസൽസ് വൈപ്പർ, ചുരുട്ടുമണ്ഡലി അതാണ് സോ സ്കെയിൽഡ് വൈപ്പർ. ഈ 4 പാമ്പുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത്, അതിൽ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 ബിഗ് 4 എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഈ ബിഗ് 4-നെതിരെയുള്ള മറുമരുന്നാണ് ASV. അപ്പൊ ചില പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതൊക്കെ പാമ്പുകൾ കടിച്ചാൽ, വിഷപ്പാമ്പുകൾ കടിച്ചാൽ ASV ഫലിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് കിങ് കോബ്ര അഥവാ രാജവെമ്പാല. അടുത്തത് ഈ സോസ്കെയിൽഡ് വൈപ്പറും റസൽസ് വൈപ്പറും അല്ലാത്ത വേറെ 7-8 തരം അണലികളുണ്ട്. കുറേ അണലികളുണ്ട്. അതിൽ പലതരം കുഴിമണ്ഡലികൾ, 7 തരം, ചിലവർ 8 തരം എന്ന് പറയും, കുഴിമണ്ഡലികളുണ്ട്. ആ കുഴിമണ്ഡലികൾ വിഷപ്പാമ്പുകളാണ്. പക്ഷേ അതിനെതിരെയുള്ള മറുമരുന്നായിട്ട് നമുക്ക് ASVക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാമ്പുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ അധികം ഈ രാജവെമ്പാലയായാലും ഈ ബാക്കിയുള്ള കുഴിമണ്ഡലികളായാലും കൂടുതൽ വനപ്രദേശങ്ങളിലാണ് കാണുക. ജനങ്ങളുമായിട്ട് ജനവാസ പ്രദേശങ്ങളിൽ അധികം കാണാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കടിയുടെ നമ്പർ വളരെ കുറവായതുകൊണ്ടാണ് ഈ പാമ്പുകൾക്കെതിരെയുള്ള മറുമരുന്ന് ASVയിൽ ഉൾപ്പെടുത്താത്തത്. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ നല്ലൊരു ശതമാനം മഴമൂക്കൻ മണ്ഡലി എന്ന് പറയുന്ന മഴമൂക്കൻ കുഴിമണ്ഡലി, ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന ഈ പറയുന്ന 7 ഇനം ASV പ്രവർത്തിക്കാത്ത 7 ഇനം കുഴിമണ്ഡലികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിൽ തന്നെ ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ അഥവാ മഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയുന്ന ഒരു വിഷപ്പാമ്പ് കേരളത്തിൽ ആക്ച്വലി ജനവാസ മേഖലകളിൽ കാണുന്നുണ്ട്. നല്ലൊരു ശതമാനം, ഏകദേശം 20-25% സ്നേക്ക് ബൈറ്റുകളും അതിൻ്റെ ബൈറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാംഗ്ലൂര് അതിനെതിരെയുള്ള മരുന്ന് കൂടി ASVയിൽ ഉൾപ്പെടുത്താനുള്ള തരം ASV ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് കേരളത്തിൽ ഉള്ള ASVക്ക് ഈ പറയുന്ന മഴമൂക്കൻ കുഴിമണ്ഡലിയുടെ വിഷത്തിനെതിരെയും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ASV കൊടുത്താലും ചില ആളുകൾ മരണപ്പെടുന്നത്. ഇനിയിപ്പോൾ അല്ലാതെയും
ബാക്കി ബിഗ് 4 കടിച്ചാലും ASV കൊടുത്ത എല്ലാ കേസുകളും രക്ഷപ്പെടണമെന്നും ഇല്ല കേട്ടോ. നല്ല ഹൈ റേറ്റിൽ നല്ല രീതിയിൽ വിഷം തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വിഷം നമ്മുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ASVക്കും ഒരു പരിധിയുണ്ട്. എല്ലാ ASV കൊടുത്ത കേസുകളും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയാത്തതും അതാണ്. ബിഗ് 4ന്റെ സിസ്റ്റമിക് എൻവെനമേഷൻ ആണെങ്കിലും അതാണ് കടിച്ചത് എന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ, അപ്പം അതായത് പാമ്പ് വളരെ പ്രൊവോക്ഡ് ആണ്, വളരെയധികം ആ ഒരു ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിട്ട് നല്ല രീതിയിൽ കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം വലിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് വിഷം കയറും. ആ അവസ്ഥയിൽ ചിലപ്പോൾ ASV കൊടുത്താലും ചിലപ്പോൾ ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 സംശയത്തിനുള്ള ഉത്തരങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് മാക്സിമം പേരിലേക്ക് ഒന്ന് എത്തിക്കണം. കാരണം പല വിവാദങ്ങളും ASV കൊടുത്തില്ല എന്നിട്ടും മരണപ്പെട്ടു, അങ്ങനെയൊക്കെ പല വിവാദങ്ങളും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഈ ഒരു ടോക്ക് എടുത്തത്. സോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കും. ബൈ.